ഒരു പച്ച ഓമയ്ക്ക കിട്ടി. പഴുത്തതല്ല, പച്ച ഓമയ്ക്ക. മധുരം വെക്കാത്ത വേണം, പുളിയാകാത്ത. നമുക്കതിനെ ഒന്ന് പിക്കിളുണ്ടാക്കാം. അതിനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കഴുകി തോലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെച്ചു. അതിനെ നമുക്ക് ചെറിയ പീസാക്കി, നമ്മൾ കടുവുമാങ്ങ അരിയുന്ന പോലെ ചെറിയ പീസാക്കി, വെള്ളമെല്ലാം ഇല്ലാതെ ചെറിയ പീസാക്കി വെച്ചു. ഒരു കഷ്ണം ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പല, അതെല്ലാം കൂടെ റെഡിയാക്കി വെച്ചു. പിന്നെ ഉപ്പ് വേണം, ചില്ലി പൗഡർ വേണം, നമ്മുടെ മസാല വേണം, നല്ലെണ്ണ, വിനാഗിരി, കായം, കടുക്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഒരു കടായി നമുക്ക് വെക്കാം. ഇത് പിക്കിളിന് വേണ്ടിയുള്ള കടായി വെച്ചു. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ തന്നെ ഒഴിക്കണം. നല്ലെണ്ണയാണ് അല്ലാതെ ഈ വെളിച്ചെണ്ണയ്ക്കകത്തും സൺഫ്ലവർ ഓയിലൊന്നും സെറ്റാകത്തില്ല അച്ചാറിന്. പൂക്കാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. എണ്ണ ചൂടാകുമ്പം കടുക് നല്ലതായിട്ട് പൊട്ടി വരുമ്പം ഈ വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കരിയാപ്പില ഇടാം. അതെല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം. ചെറിയ തീയിൽ, ഒത്തിരി തീ വേണ്ട, മീഡിയം തീയിൽ. ഈ വെളുത്തുള്ളിയെല്ലാം നല്ല ബ്രൗൺ ആകണം. നല്ല ബ്രൗൺ അവരെ മൂപ്പിച്ചിട്ട് ഒന്നേ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും സിമ്മേ വെച്ചിട്ട് പൊടി നമുക്ക് ചില്ലി പൗഡർ ഇടാം. കാശ്മീരി ചില്ലി, അതിന് വലിയ എരിയില്ല. കാശ്മീരി ചില്ലി ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ടു. ഉലുവാപ്പൊടിയും കൂടെ ഇട്ടു. അത് വിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു, മസാല ഇട്ടു. അത് വീഡിയോ വന്നില്ല, ഞാൻ അത് ഓമയ്ക്കായിട്ട് ഇളക്കിയെടുത്തു. അതുമാത്രം വീഡിയോ കിട്ടിയില്ല. നമ്മുടെ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.